നമസ്കാരം. പാർട്ട്ണർഷിപ്പും ട്രേഡ് മാർക്കും രണ്ടും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ടും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പാർട്ട്ണർഷിപ്പും ട്രേഡ് മാർക്കും ചേർന്നിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ആളുകൾ ഞാനുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പം അതിൽ പൊതുവായിട്ട് വരുന്ന ഒരു വിഷയം ഞാനൊരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞുതരാം. 2022 രണ്ട് ആളുകൾ ചേർന്നൊരു ബിസിനസ് ആരംഭിക്കുന്നു. ഒരാൾ വിദേശത്താണ്, ഒരാൾ നാട്ടിലാണ്. അപ്പോൾ വിദേശത്തെ ആൾക്ക് നാട്ടിൽ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യാനൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലൊരാളെ, ഒരു സുഹൃത്തിനെയും കൂടെ അറേഞ്ച് ചെയ്തിട്ട് ബിസിനസ് ആരംഭിച്ചത്. അവർ തുടക്കത്തിൽ പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫേമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും LLP ഒന്നും ഫോം ചെയ്തില്ല. കാരണം അതിനൊക്കെ എന്തിനാ ആവശ്യമില്ലാത്ത പണം ചിലവാക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ നമുക്ക് 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. LLP ആണെന്നുണ്ടെങ്കിൽ 10-15,000 രൂപ അതിന് ചിലവാക്കേണ്ടതായിട്ട് വരും എന്ന് ആലോചിച്ചിട്ട് അതിലേക്ക് കടന്നില്ല. അവർ നേരെ അങ്ങ് ബിസിനസ് ആരംഭിച്ചു. അവർ ട്രേഡ് മാർക്ക് എടുത്തു. ഏതൊക്കെയോ വീഡിയോസ് കണ്ട് ട്രേഡ് മാർക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു. അപ്പം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തത് ഈ വ്യക്തി ഗൾഫിലായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള വ്യക്തിയുടെ ഓണർഷിപ്പിലാണ് ട്രേഡ് മാർക്കിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപേക്ഷിച്ചു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ അവർ തല്ലിപ്പിരിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ശരിക്കും ഫൈനാൻഷ്യൽ ഡീലിങ്സ് വലിയൊരു പ്രശ്നമായിട്ട് ഇടയിൽ വന്നു. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് മുന്നോട്ടേക്ക് പോയില്ല. ഈ ബിസിനസ്സിൻ്റെ ആശയവും ഇതിൻ്റെ പേരും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഗൾഫിലെ വ്യക്തി തന്നെയാണ്, അവിടുത്തെ പാർട്ട്ണർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ട്രേഡ് മാർക്ക് എടുത്തിട്ടുള്ളത് ഈ നാട്ടിലുള്ള വ്യക്തിയുടെ പേരിലാണ്. അവസാനം ഈ നാട്ടിലുള്ള വ്യക്തി എന്ത് ചെയ്തു? ഈ ട്രേഡ് മാർക്ക് ഓൺ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു അസറ്റ് ആണല്ലോ. അപ്പം അത് വെച്ചുകൊണ്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് അങ്ങ് ബിസിനസ് ആരംഭിക്കാനായിട്ട് തുടങ്ങി. നാട്ടിലുള്ള ആൾക്കാരെ ചേർത്തിട്ട് ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങി. ആ ഗൾഫിലുള്ള ആളെ അങ്ങ് പുറത്താക്കി. അപ്പം ഇതാണ് സംഭവം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 2-3 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതം ആ പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്തതിന് ശേഷം, അതൊരു LLP ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ ഓണർഷിപ്പിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട്, പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ്, MSME സർട്ടിഫിക്കറ്റ്, ഈ 2 ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. കാരണം ബിസിനസ്സിൻ്റെ ആരംഭഘട്ടത്തിൽ ഒരു ബിസിനസ്സുകാരൻ നിക്ഷേപിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റുകളിൽ ഒന്ന് അതിൻ്റെ പേര് തന്നെയാണ്. കാരണം ആ പേര് കുറേ കാലം മുന്നോട്ട് റൺ ചെയ്ത് അത് മാർക്കറ്റിൽ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ശരിക്കും വിസിബിൾ ആവുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഈ പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പേരിൽ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, അത് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം വളരെ വലിയ രീതിയിലായിരിക്കും. ആ ബിസിനസ് ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ്സിൽ ഒന്ന് ട്രേഡ് മാർക്ക് ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ബിസിനസ് വാല്യുവേഷനൊക്കെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ചില കേസസിൽ അത് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരത്തില്ല. കാരണം ചിലപ്പം ഒരു LLP പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകോർപ്പറേഷൻ ഒരുപാട് സമയമെടുക്കും, അല്ലേ? ഒരുപക്ഷെ 1-2 മാസമൊക്കെ നീണ്ടുപോകും. അപ്പോൾ അതുവരെ ഇവർക്ക് ഈ പറയുന്ന പേര് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് പേരിന് അപ്ലൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കാം. അത്തരം കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പിൽ ആ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കമ്പനി ഫോം ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരിലേക്ക് ഓണർഷിപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. അതിന് കുറച്ച് എക്സ്പെൻസീവ് സെൻസ് സാധാരണ ഒരു ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒരു ഡബിൾ എക്സ്പെൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഗവൺമെൻറ് ഫീസ് ഫുൾ 9,000 rupees ഗവൺമെൻറ് ഫീസും പിന്നെ ബാക്കി എഗ്രിമെൻറ്റിൻ്റെ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എമൗണ്ട് വരുന്നുണ്ടാവും. അപ്പം അത് ചെയ്യാം. ഇൻ കേസ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമുണ്ടായില്ല. പക്ഷേ അത് ചെയ്യുന്നതാണ് ഉചിതം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് മാർക്ക് ഓണറും ഈ പറയുന്ന ബിസിനസ്സും തമ്മിലൊരു എഗ്രിമെൻറ്റ് വെക്കുക. ഈ ട്രേഡ് മാർക്ക് യൂസേജ് എഗ്രിമെൻറ്റ്, അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക ഈ ട്രേഡ് മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, എത്ര കാലത്തേക്ക് ഇത് ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി മറ്റൊരു കേസിൽ നിങ്ങളുടെ ബിസിനസ് ഐഡിയ ആണത്. അത് ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ ഫോർ എ നെയിം സേക്ക് ഉണ്ടാക്കുന്നു. കുറച്ച് ലീഗൽ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നു. അതിനപ്പുറത്ത് ആ പാർട്ട്ണർഷിപ്പ് കൊണ്ട് എല്ലാത്തിലും ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുന്നത്. ഒരു ഡമ്മി ആയിട്ട് ഒരാൾ നിങ്ങൾ ആഡ് ചെയ്തിട്ട് പാർട്ട്ണറാക്കുന്നു. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു കേസാണെങ്കിൽ എനിക്ക് എൻ്റെ പേര് പാർട്ട്ണർഷിപ്പിൽ കൊടുത്ത് അയാൾക്കും അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു എഗ്രിമെൻറ്റ് ഈ പറയുന്ന പാർട്ട്ണർഷിപ്പുമായിട്ട് വയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര കാലം യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, ടേംസും കണ്ടീഷൻസ് എല്ലാം എഴുതിയിട്ടൊരു ട്രേഡ് മാർക്ക് യൂസർ എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്.
ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ തന്നെ ട്രേഡ് മാർക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ എഗ്രിമെൻറ്റിനകത്ത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ക്ലോസ് കൊടുക്കുക, ട്രേഡ് മാർക്ക് ക്ലോസ്. ഈ ട്രേഡ് മാർക്ക് ഈ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. ഇത് ചെറിയ വിഷയമല്ല, ഇത് വളരെ വലിയ വിഷയമാണ്, വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം നിങ്ങൾ താലോലിച്ച് കൊണ്ടുപോകുന്ന ഒരു ബ്രാൻഡ് നാളെ നിങ്ങളുടെ പാർട്ട്ണർ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിച്ചിട്ട് ആ പേര് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ പ്രശ്നമുണ്ടല്ലോ, അത് ചെറുതായിരിക്കത്തില്ല. മാത്രമല്ല അത് വലിയ രീതിയിൽ നിങ്ങളത് ബാധിക്കുന്നുണ്ടാകും. സോ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സായിട്ട് നിങ്ങൾ കാണരുത്. അപ്ലിക്കേഷൻ ഫയലിംഗ് ഈസ് എ സിമ്പിൾ പ്രോസസ് വിച്ച് ക്യാൻ ബി ഡൺ ബൈ എ ട്രേഡ് മാർക്ക് ഏജൻറ്റ് ഓർ അറ്റോർണി. ബട്ട് അത് കൊണ്ട് നടക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഏത് രീതിയിൽ ചെയ്യണം, അതിൻ്റെ ഒരു ടോട്ടൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. ആൻഡ് ആൾസോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും ഈ രജിസ്ട്രേഷൻ കിട്ടുന്നത് വരെ, ഈവൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിന് റിസ്ക് അതിനനുസരിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കൺസൾട്ട് എ പ്രൊഫഷണൽ. വി ആർ പ്രൊഫഷണൽസ് ഇൻ ദിസ് ഫീൽഡ്. നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കണക്ട് us. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിന് കൊടുക്കുന്നുണ്ട്. IPMaster.in എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് ഒരു സ്ഥാപനം തന്നെ, ഒരു ബ്രാൻഡ് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ട്രേഡ് മാർക്ക് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് അവർ സർവീസസ്. സോ മറ്റൊരു വിഷയമായിട്ട് കാണാം. അത് സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.